നമസ്കാരം. ഞാൻ ചലച്ചിത്ര ലോകത്ത് ആദ്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിക്കുന്നത് തന്നെ ഏകദേശം ചലച്ചിത്ര ലോകത്താണ്. അപ്പോൾ പിന്നെ പക്ഷെ ഞാൻ പേഴ്സണലായിട്ട് സിനിമയിൽ ആദ്യമായിട്ട് വരുന്നത് മയൂഖം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. ഹരിഹരൻ സാറാണ് സംവിധാനം ചെയ്തത്. KRG പ്രൊഡക്ഷൻസ്. സൈജു ആണ് ഹരിനായകൻ്റെ വേഷം ചെയ്തത്. മമതയുടെ ആദ്യത്തെ പടമാണ്, സൈജുവിൻ്റെ ആദ്യത്തെ പടമാണ്, എൻ്റെയും ആദ്യത്തെ പടമാണ്. ഞങ്ങൾ കുറച്ച് പുതുമുഖങ്ങളൊക്കെ കൂടി ഉണ്ടായിരുന്ന സിനിമയാണ് മയൂഖം. അത് ഇപ്പോൾ ഒരു 7 വർഷമായി സിനിമ കഴിഞ്ഞിട്ട്. നല്ല രീതിയിൽ നല്ലൊരു സിനിമയായിരുന്നു, നല്ല പാട്ടുകളുള്ള സിനിമയായിരുന്നു. ഹരൻ സാറിൻ്റെ തന്നെ സ്ക്രിപ്റ്റായിരുന്നു. പിന്നെ ഹരിഹരൻ സാറിനെ പോലുള്ള ഒരു വളരെ സീനിയറായിട്ടുള്ളൊരു ഡയറക്ടറുടെ കൂടെ ആദ്യത്തെ പടം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ശരിക്ക് ഞാൻ പ്രത്യേകിച്ച് ഈ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ ലൗഡ് പെർഫോമറായിരുന്നു ഞാൻ. അതിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു സിനിമ അഭിനയം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഹരൻ സാറിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ലേണിംഗ് പ്രോസസ്സിൽ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് ബൈ ദ പീപ്പിൾ, നവംബർ റെയിൻ എന്ന് പറഞ്ഞ സിനിമ ആണ് പിന്നെ അതിന് ശേഷം ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമ, ജയരാജ് സാറിൻ്റെ സിനിമ, അതാണ് ആദ്യമായിട്ട് റിലീസാവുന്നത്. നവംബർ റെയിൻ അതിന് ശേഷം, ആക്ച്വലി മയൂഖവും അതിന് ശേഷമാണ്. ബൈ ദ പീപ്പിൾ റിലീസായതിനു ശേഷമാണ് മയൂഖവും റിലീസാവുന്നത്. ആദ്യത്തെ റിലീസ് ബൈ ദ പീപ്പിളാണ്. അതിലൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വേഷമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സിനിമ ജീവിതം തുടങ്ങുന്നത്. പിന്നെ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ലോകത്ത് ശ്രീജിത്ത് രവി എന്ന് പറഞ്ഞൊരു നടനുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു കമേഴ്ഷ്യൽ സക്സസ് വളരെ അത്യാവശ്യമായിരുന്നു. ഈ പറഞ്ഞ സിനിമകളെല്ലാം നവംബർ റെയിനായാലും മയൂഖമായാലും പിന്നെ ബൈ ദ പീപ്പിളായാലും കമേഴ്ഷ്യലി ഭയങ്കരമായൊരു ഓളമുണ്ടാക്കിയ സിനിമകളിലായിട്ട് എന്തുകൊണ്ടോ മാറിയില്ല. പക്ഷേ ഒരു ബിഗ് കമേഴ്ഷ്യൽ സക്സസ് നിർബന്ധമായിരുന്നു. കാരണം ഒരു ആക്ടർ ഇവിടെ ഉണ്ട് എന്നറിയണമെങ്കിൽ ഒരു സിനിമ ഓടേണ്ടത്, നമ്മളെ പെർഫോമൻസിനേക്കാൾ കൂടുതൽ ആ സിനിമ ഇവിടെ ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു കാര്യം. അത് ചാന്തുപൊട്ട് എന്ന് പറഞ്ഞ സിനിമയിലാണ് അത് സംഭവിച്ചത്. ലാൽ ജോസ് സംവിധാനം ചെയ്ത ലാൽ പ്രൊഡക്ഷൻസിനുള്ള സിനിമയാണ്. അതിൽ ക്ലീറ്റസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇന്നും എന്നെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഗോവയിലെ വില്ലൻ വേഷം ക്ലീറ്റസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് ഞാൻ ഒരു വ്യത്യാസം എൻ്റെ കരിയറിൽ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഥകൾ കേട്ടു തുടങ്ങി എന്നുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, ഇതിനു മുമ്പ് കുറേ നാളുകളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് സിനിമയിൽ അങ്ങനെ ഭയങ്കരമായ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ള ക്യാരക്ടേഴ്സ് ആയിക്കൊള്ളുന്നില്ല എന്നുള്ള അവസ്ഥയിൽ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഒരു കരിയറിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലുണ്ടായ ചില കാര്യങ്ങളാണ്. പക്ഷേ വളരെ റീസെൻ്റ് ആയിട്ടുള്ള സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായ ഇൻഫ്ലുവൻസ് ആ സിനിമയിൽ വളരെ പിവട്ടലായിട്ടുള്ള പോയിന്റുകളിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ക്യാരക്ടേഴ്സാണ് റീസെൻ്റായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ഭാഗ്യമാണ് നമുക്കങ്ങനെ. ഒരുപക്ഷെ അതിന് മുമ്പ് വളരെ ചുരുക്കം, എനിക്ക് തോന്നുന്നത് 4 പെണ്ണുങ്ങൾ പോലത്തെ ഒരു സിനിമയിൽ, അത് വളരെ നമ്മൾ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്യുന്ന സിനിമകളിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പറഞ്ഞു കേൾപ്പിക്കാറുണ്ട്. 4 പെണ്ണുങ്ങളിൽ അല്ലെങ്കിൽ സ്കെച്ച് എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ, പിന്നീട് കുറച്ചും കൂടി അടുത്ത് വന്നു കഴിഞ്ഞാൽ ചേകവർ, അതൊരു സെൻട്രൽ വില്ലൻ ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത്തരം സിനിമകളിലൊക്കെ നമുക്ക് കൃത്യമായ കഥയും ബാക്ക്ഗ്രൗണ്ടും ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പിന്നീട് കഥ തുടരുന്നു. ഈ അടുത്ത് തന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, കിളിബോയി, സെല്ലുലോയിഡ്, ഇതിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടും കഥയുടെ ഡീറ്റെയിൽസും നമുക്ക് അതിൻ്റെ ഒരു ഗ്രോത്തും ക്യാരക്ടറിൻ്റെ ഗ്രോത്തും അതിൽ കഥയിൽ ക്യാരക്ടറിൻ്റെ ഇൻവോൾവ്മെൻറ്റൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ തമിഴിൽ ഞാൻ ചെയ്തത് കുംകി, അതിനു മുമ്പ് വേട്ടൈ, പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മതയാനൈക്കൂട്ടം, സെന്തട്ടിക്കാളൈ, സെവത്തക്കാളൈ, ഇതിലൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. തമിഴിൽ അങ്ങനെ ഒരു ചോയ്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വേഷങ്ങളാണെങ്കിൽ മാത്രം തമിഴ് ക്യാരക്ടേഴ്സ്, തമിഴിലുള്ള സിനിമകൾ, അങ്ങനെയാണ് പ്രോജക്റ്റുകൾ ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന കുറച്ച് റിലീസുകൾ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ ക്യാരക്ടറാണ് വളരെയധികം ക്രിട്ടിക്കലി അക്ലെയിം കിട്ടിയിട്ടുള്ളൊരു ക്യാരക്ടർ. ഫേസ്ബുക്കിലായാലും മറ്റ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിലായാലും ഒരുപാട് നല്ല റിപ്പോർട്ട്സാണ്, നല്ല റിവ്യൂസാണ് സഖാവ് സുരേഷിന് കിട്ടിയിട്ടുള്ളത്. കിളിബോയിൽ ചെറിയ ഹ്യൂമർ വേഷം ചെയ്യാൻ സാധിച്ചു. സെല്ലുലോയിഡിൽ വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും. അതിലൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലുലോയിഡിൽ അച്ഛനാണ് ഈ സുന്ദർരാജൻ, അതായത് JC ഡാനിയലിൻ്റെ സുഹൃത്ത് സുന്ദർരാജൻ്റെ വയസ്സായ വേഷം അച്ഛനും,
യങ്ങർ വെർഷൻ ഞാനും ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരുപാട് സിനിമാക്കാർക്ക് അങ്ങനെ, സിനിമാ നടന്മാർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. വളരെ ചുരുക്കമാണ്, ഒന്നോ രണ്ടോ ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമായിരിക്കും. അങ്ങനെ ചില ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രാഞ്ചിയേട്ടൻ എന്ന സൈനിൽ അച്ഛന് ശബ്ദം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കുറേ വേഷങ്ങൾ ടി ജി രവിയുടെ മകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആസ് ആൻ ആക്ടർ ടി ജി രവിയുടെ മകൻ എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ എന്നെ അത്യാവശ്യം കാസ്റ്റ് ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലതാണ്. നമ്മൾ സ്വന്തമായ ഒരു ഫുഡ് ഹോൾഡിങ്ങിൽ നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇഷ്ടപ്പെട്ട വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വളരെ റീസെൻ്റായിട്ടാണ് എനിക്ക് വളരെ നല്ല വേഷങ്ങൾ. പണ്ട് കാലത്താണെങ്കിൽ ഒരു പക്ഷേ ചാന്തൂരിലെ ക്ലീറ്റസിന് എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ പപ്പുക്കുട്ടി, 4 പെണ്ണുങ്ങളെ പപ്പുക്കുട്ടി എനിക്ക് വളരെ ഇഷ്ടമാണ്. സ്കെച്ചിലെ ബഷീറിന് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഒരുപാട് വേഷങ്ങൾ, ഇഷ്ടപ്പെട്ട വേഷങ്ങൾ ഞാൻ ഇത്രയും കാലഘട്ടത്തിനകത്ത് ചെയ്തു പോയിട്ടുണ്ട്. കഥ തുടരുന്നു, അതിൽ രതീഷിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്തരം വേഷങ്ങൾ ഒരുപാട് നാളുകളായിട്ട്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, പക്ഷേ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റത് ഒരു 10 പടങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ഒരു പക്ഷേ 1 2 ഇഷ്ടപ്പെട്ട വേഷങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക. പക്ഷേ ഇത് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പടവും ഇഷ്ടപ്പെട്ട വേഷമാവുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിളിപോയി, പിന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, സെല്ലുലോയിഡ്, ഈ 3 പടങ്ങളിലെയും വേഷങ്ങൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ കരിയറിലെ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട വേഷങ്ങളാണ്. പ്രത്യേകിച്ച് സെല്ലുലോയിഡ്, കാരണം ഒന്ന് മലയാള സിനിമയുടെ ചരിത്രം പറയുന്നൊരു സിനിമ, അതിലൊരു ഭാഗമാവാൻ സാധിക്കുക. കമൽ സാറിനെ എനിക്ക് തോന്നുന്നു നമ്മൾ എന്ന് പറഞ്ഞ സിനിമ നടക്കുന്ന സമയം തൊട്ടേ ഞാൻ കമൽ സാറിൻ്റെ അടുത്ത് നല്ലൊരു വേഷം വേണമെന്ന് പറഞ്ഞ് സമീപിച്ചിട്ടുള്ള ആളാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ ഒരു പടത്തിന് വേണ്ടി വിളിക്കുന്നത്. പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട്. അത്രയും കാലഘട്ടം കാത്തു നിന്നിട്ട് എനിക്ക് കിട്ടിയ വേഷം, ഇത്രയധികം ക്രിട്ടിക്കൽ അക്ലെയിം എനിക്ക് വാങ്ങി തന്നുള്ള വേഷങ്ങൾ വളരെ ചുരുക്കം. ചേകവറാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ തമിഴ് സിനിമയിലേക്കുള്ള എൻട്രിക്ക് സഹായിച്ചുള്ളത്. സജീവനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെ ചില ക്ലിപ്പിങ്സ് കണ്ടിട്ടാണ് എന്നെ ലിംഗുസ്വാമി വേട്ടയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. വേട്ടയാണ് ലിംഗുസ്വാമി എന്നെ പ്രൊഡ്യൂസ് ചെയ്ത കുംകിയിലേക്കുള്ള വഴിയാകുന്നത്. കുംകി കണ്ടിട്ടാണ് മതയാനൈ കൂട്ടവും ഇപ്പോൾ ചരൺ സംവിധാനം ചെയ്യുന്ന ചെന്തട്ടിക്കളെ, സിവത്തകളെ. അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്കുള്ള യാത്രകൾക്ക് ഓരോ കഥാപാത്രവും എന്നെ സഹായിച്ചിട്ടുണ്ട്. സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒന്ന് പ്രധാനമായിട്ടും ഒരു ഹൈറാർക്കി കാണുന്നുണ്ട് സിനിമയിൽ. ഞാൻ പല സ്ഥലങ്ങളിലും പറയാൻ സാധിക്കുന്ന പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന്, അത് നമുക്ക് ഏറ്റവും ചെറിയ കാര്യത്തിൽ തന്നെ അത് കാണാം. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ചായ, ലൊക്കേഷനിൽ കിട്ടുന്ന ചായ, അത് പേപ്പർ ഗ്ലാസ്സിലാണോ തരുന്നത്, സ്റ്റീൽ ഗ്ലാസ്സിലാണോ തരുന്നത്, ചില്ല് ഗ്ലാസ്സിലാണോ തരുന്നത്, സിറാമിക് കപ്പിലാണോ തരുന്നത്, അതോ പേരെഴുതിയ വലിയ കണ്ടെയ്നറിലാണോ തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഒരുപാട് ലെവൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ആരും ഇത് ചോദിച്ച് വാങ്ങുന്നതല്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. കാരണം ആരും എനിക്ക് ഇത്തരം ഒരു ലെവൽ എനിക്ക് തരണമെന്ന് ആരും ഇവിടെ ആവശ്യപ്പെടുന്നില്ല. അത് ഒരു ശരിയല്ലാത്തൊരു പ്രവണതയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാവരും കലാകാരന്മാരാണ്. ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരേപോലെ തന്നെ കഷ്ടപ്പെടുന്ന, ഒരു പക്ഷേ അപ്പോൾ എന്തിനാണെന്ന് അറിയില്ല, ഇത്തരം ഒരു ഹൈറാർക്കി ലെവൽ എന്തുകൊണ്ടോ സിനിമയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരും ചോദിച്ചു വാങ്ങുന്നതല്ല, ഇങ്ങനെ ഹൈറാർക്കി വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരം ഹൈറാർക്കി ഒരു കലയിലും ഉണ്ടാവരുത്. എല്ലാവരും ഒരുപോലെ തന്നെ കഷ്ടപ്പെടുകയും ഒരുപോലെ തന്നെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇഷ്ടങ്ങൾ പ്രധാനമായിട്ടും കുടുംബം, അതായിട്ട് ബന്ധപ്പെടുത്തിയ ഇഷ്ടങ്ങളാണ് ഇപ്പോൾ എല്ലാം. മോനിഷ്ടമുള്ളത്, ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത്, അച്ഛനിഷ്ടമുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കുറേ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് മുഴുവൻ. ഇപ്പോൾ ഒരു കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഒരു തുണിക്കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് ബെൻടെൻ
ടീഷർട്ടുണ്ടോ, അല്ലെങ്കിൽ സ്പൈഡർമാൻ്റെ പടമുള്ള എന്തെങ്കിലും ഡ്രസ്സുകളുണ്ടോ എന്നൊക്കെയാണ് നമ്മുടെ ആദ്യം നോട്ടം പോകുന്നത്. അപ്പോൾ ഇഷ്ടങ്ങൾ ആ രീതിയിൽ മാറി. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളെന്ന് പറയുന്നൊരു മേഖലയോട് പണ്ട് തൊട്ടേ എനിക്ക് അങ്ങനൊരു ചിന്തയില്ല. എൻ്റെ ഇഷ്ടങ്ങൾ വളരെ ലിമിറ്റഡാണ്. എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്കിഷ്ടമുള്ളവരുടെ ഇഷ്ടങ്ങളാണ് പലപ്പോഴും എൻ്റെ ഇഷ്ടങ്ങളായിട്ട് വരാറ്. അപ്പോൾ അങ്ങനെ തിരഞ്ഞ് പറയുകയാണെങ്കിൽ ചോക്ലേറ്റ്സ് വളരെ ഇഷ്ടമാണ്, മധുരം വളരെ ഇഷ്ടമാണ്, ഭക്ഷണം വളരെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ വളരെ സെൽഫിഷായിട്ടുള്ള ഇഷ്ടങ്ങൾ. സിനിമ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഇഷ്ടങ്ങൾ എന്ന് മാത്രം, എനിക്ക് മാത്രം എന്ന് അവകാശപ്പെട്ട് ഞാൻ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ചില ഇഷ്ടങ്ങൾ. ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുപാട് വേഷങ്ങൾ ഇനിയും ചെയ്യാൻ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പടം തന്നെ ഞാൻ ഒരിക്കലും ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വേഷമല്ല. അപ്പോൾ ഓരോ സിനിമയിലും ഇപ്പോൾ കോമ്രേഡ് സുരേഷ്, സഖാവ് സുരേഷ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദീപ് വെടി വഴിപാട്, അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇഷ്ടം പോലെ വേഷങ്ങൾ ഇനിയും ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഒരുപാട് ഹ്യൂമർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പ്രധാനപ്പെട്ട വില്ലൻ, ഹ്യൂമർ മിക്സ് ചെയ്ത വില്ലൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന അച്ഛൻ പറഞ്ഞൊരു ഒരു കഥാപാത്രമായിരിക്കും എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് അച്ഛൻ പറയാറുള്ളത് കാമദേവനായിട്ട് അഭിനയിക്കണം എന്നാണ്. അതിൻ്റെ കാരണം പറയണം. കാരണം വേറൊന്നുമല്ല, അതിൻ്റെ കാമദേവൻ എന്ന് പറയുന്നത് സൗന്ദര്യത്തിൻ്റെയൊക്കെ സൗന്ദര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയൊക്കെ ഏറ്റവും എപ്പിറ്റോം എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഒരിക്കലും എന്നെ അച്ഛൻ പറയാറുള്ളത്, അതുപോലെ തന്നെ ഞാനും പറയുന്നത്, എന്നെയൊന്നും ഒരിക്കലും അത്തരൊരു വേഷത്തിന് വിളിക്കില്ല, ആരും വിളിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ അഭിനയിക്കാമല്ലോ. അപ്പോൾ ഒരിക്കലും നമ്മൾ വിളിക്കാനും സാധ്യതയില്ലാത്തൊരു വേഷം നമ്മുടെ ഏറ്റവും വലിയ ടാർഗറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എപ്പോഴും മുന്നോട്ടുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും. അഹം എന്ന ഭാവം എന്ന് പറഞ്ഞാൽ അഹംഭാവമാണ്. കുറച്ച് അഹംഭാവം നിർബന്ധമാണ്, പ്രത്യേകിച്ച് കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിർബന്ധമാണ്. വേറൊന്നും കൊണ്ടല്ല, എന്നെപ്പറ്റിയൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ എനിക്ക് വേറൊരാളായിട്ട് പെർഫോം ചെയ്ത് സിനിമയിൽ നിൽക്കാൻ, അല്ലെങ്കിൽ ഏത് കലാരൂപമായാലും നാടകത്തിലായാലും നിൽക്കാൻ സാധിക്കില്ല. അത് ഞാൻ ആരാണെന്ന് അറിയണം. അഹംഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് അറിയുക എന്നാണ് ആദ്യം. അപ്പോൾ ആ അറിവില്ലാതെ ഈ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളത് യാത്രയാണ്. അപ്പോൾ ആ ഒരു യാത്രയുടെ ഭാഗമായിട്ട് അഹംഭാവം നിർബന്ധമാണ് എല്ലാവർക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ സ്വാഭാവികമായും TG രവിയാണ്. വേറൊന്നും കൊണ്ടല്ല, അച്ഛനായതുകൊണ്ട് മാത്രമല്ല. വളരെ നാച്ചുറലാണ്. മാത്രമല്ല ഇത്രയും വർഷങ്ങളത്തെ ഒരു ട്രാവൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കാലത്ത് അഭിനയിച്ചിരുന്ന ശൈലിയും ഇപ്പോൾ ഈ അടുത്ത് 22 ഫീമെയിൽ കോട്ടയമോ അല്ലെങ്കിൽ ലോക്പാലോ അത്തരം സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്ന ശൈലി നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ വളരെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. അച്ഛൻ്റെ 1921, വാര്യം കുന്നത് കുഞ്ഞമ്മദ് ഹാജി, പിന്നെ പാവം ക്രൂരൻ, പിന്നെ ധ്രുവം, സതയം, അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര. പിന്നെ ഈ അടുത്ത് 22 ഫീമെയിൽ കോട്ടയം, പകൽ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ അടുത്തുള്ള റെഡ് വൈനിലെ വേഷം. വളരെയധികം ഒരു റേഞ്ചുള്ളൊരു ആക്ടറാണ്. പണ്ട് കാലത്ത് ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഈ അടുത്ത് അച്ഛന് കിട്ടുന്ന വേഷങ്ങൾ, റോമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത് കിട്ടുന്ന വേഷങ്ങളൊക്കെ ഒന്നിനൊന്ന് മികച്ചതാണ്. അപ്പോൾ വളരെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ളൊരു നടനാണെന്ന് പണ്ട് എനിക്ക് തോന്നിയിരുന്നു. അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്കാണ് യാത്ര. സിനിമയിലെ നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അടുത്തുണ്ടായിട്ടുള്ളത് തിലകൻ ചേട്ടൻ്റെ വേർപാട്, സുകുമാരി ചേച്ചിയുടെ വേർപാട്. ഇവരൊക്കെ മലയാള സിനിമയെ സംബന്ധിച്ചോളം ഒരു കാലഘട്ടം അവരാണ് ആ കാലഘട്ടം കൊണ്ടുപോയിട്ടുള്ളത്. ഇന്നും തിലകൻ ചേട്ടന് റീപ്ലേസ്മെൻറ്റ് ഒരു ആക്ടർ നമുക്ക് എപ്പോഴും ചില ക്യാരക്ടേഴ്സ് വരുമ്പോൾ തിലകൻ ചേട്ടൻ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തിലകൻ ചേട്ടൻ ഇത് ചെയ്തില്ലെങ്കിൽ ആര് ചെയ്യും എന്നുള്ളതിനെ പറ്റി എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ആക്ടർക്ക് അങ്ങനെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഒരു ആക്ടറുടെ വലിയ ശക്തിയാണ്. ഏറ്റവും
ഏറ്റവും സങ്കടമുണ്ടായിട്ടുള്ള നിമിഷം എന്ന് പറയുന്നത് അമ്മയുടെ മരണം. 2 വർഷമായി. അതെൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെ മരണം എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ വരുന്നതാണ്, നമുക്കറിയാം. അമ്മയുടെ മരണം എപ്പോഴും വേദന ഉളവാക്കുന്നതാണ്, അതും അറിയാം. പക്ഷേ മകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും വലിയ സങ്കടം, ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കുമായിരുന്ന ചില സൗകര്യങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല. ശ്രമിക്കാതെയല്ല, പക്ഷേ അമ്മയ്ക്ക് ലിവർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു അസുഖമായിരുന്നു. അമ്മയ്ക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള എല്ലാ തീരുമാനങ്ങളിലേക്ക് എത്തുകയും അവയവദാനത്തിന് എൻ്റെ വളരെ അടുത്ത് എൻ്റെ ഭാര്യയുടെ വളരെ അടുത്ത സുഹൃത്തിൻ്റെ മറ്റൊരു സുഹൃത്ത്, കാരണം എനിക്കും ചേട്ടനും ലിവർ കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല, കാരണം ഞങ്ങളുടെ ഗ്രൂപ്പുകൾ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ലിവർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫസ്റ്റ് ഡിഗ്രി അല്ലാത്തൊരു റിലേറ്റീവ് ഒരാൾ തന്നെ വേണം എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും ഇദ്ദേഹം ബാബു എന്ന് പറഞ്ഞ ഇദ്ദേഹം ചെറുപ്പക്കാരൻ എൻ്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും വിത്തൗട്ട് എനി ഫൈനാൻഷ്യൽ ക്ലോസസ് നിർബന്ധമായിട്ടും, കാരണം അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനായിരുന്നു, ടൈൽസ് വർക്ക് ചെയ്യുന്ന ഒരു അസിസ്റ്റൻ്റായിരുന്നു. അദ്ദേഹം ഒരു ആഴ്ചയിൽ ഒരു 600 രൂപയോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ വരുമാനം. അതിൽ 600-900 രൂപയാണ് 3 ദിവസം വർക്കിന് പോയാൽ കിട്ടുന്നൊരു വരുമാനം. ബാക്കിയുള്ള ദിവസങ്ങളും ഈ 900 രൂപയിൽ 600 രൂപയിൽ 400-500 രൂപയോളം മെഡിക്കൽ കോളേജിൽ കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഒരു നല്ല മനസ്സുള്ള ഒരാളായിരുന്നു എൻ്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ ഇത് അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഇതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ടെസ്റ്റുകളും കാര്യങ്ങളും നടന്നിരുന്നത്. എല്ലാ ടെസ്റ്റുകളും ഓക്കെ ആയി. ഇതൊക്കെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ പിന്നെ അത് കഴിഞ്ഞൊരു വലിയൊരു പുസ്തകം ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം അമ്മയ്ക്ക് എത്ര സ്ഥലമുണ്ട്, അമ്മ ഈ ഡോളറിൻ്റെ പേരിൽ എത്ര സ്ഥലമുണ്ട്, റിസീവ് ചെയ്യുന്ന ആളുടെ പേരിൽ എത്ര സ്ഥലമുണ്ട്, വാർഷിക വരുമാനം 2 പേരുടെ എത്ര, ഇത് ഒരു എത്തിക്സ് കമ്മിറ്റിയുടെ മുമ്പിൽ പോകുന്നു. ഈ എത്തിക്സ് കമ്മിറ്റി, ഗവൺമെൻറ് എത്തിക്സ് കമ്മിറ്റി ഇത് അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മീറ്റിംഗ് കൂടുന്നു. ആ മീറ്റിങ്ങിൽ എന്താണ് സംഭവിച്ചത് സത്യമായിട്ടും എനിക്ക് അറിയില്ല. അമ്മ ഒരു ഡോക്ടറായിരുന്നു. അമ്മ ഇത്തരം അവയവദാനത്തിനെ പറ്റി അന്വേഷിച്ചിട്ടുള്ള ചില ക്രമക്കേടുകൾ അന്വേഷിച്ചിട്ടുള്ള ഒരു ഡോക്ടർ കൂടിയായിരുന്നു അമ്മ. പണ്ട് കാലത്ത് അച്ഛൻ പറയാറുണ്ട്, അമ്മ ഗവൺമെൻറ് സർവീസിലായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ള ആൾക്കാർ വീട്ടിലേക്ക് പേഷ്യൻസിനെ വരുത്തുന്ന ഒരു പ്രവണത അന്ന് കാലത്ത് ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് ഒരു പേഷ്യൻ്റ് വീട്ടിലേക്ക് വന്ന് 4 ആപ്പിൾ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ മദ്രാസിലേക്കിരുന്ന അച്ഛനെ STD ട്രങ്ക് ബുക്ക് ചെയ്യണം. ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് 4 ആപ്പിൾ കൊണ്ടുവന്നിട്ട് വാങ്ങിക്കട്ടെ രവിയേട്ട എന്ന് ചോദിച്ചിട്ടുള്ള ആളാണ് എൻ്റെ അമ്മ. അതാണ് അമ്മയുടെ ഒരു ഇൻസ്റ്റൻസ് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, അമ്മയുടെ ക്യാരക്ടർ അതാണ്. അങ്ങനെ ഒരാളെ അവസാനം ഈ കമ്മിറ്റി ഈ ഒരു ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയുള്ള കടലാസുകളൊക്കെ നോക്കിയിട്ട് എന്തുകൊണ്ടോ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധിക്കില്ല, റിജക്റ്റ് ചെയ്യാനുണ്ടായത്. സെപ്റ്റംബർ 6-ാം തീയതി മീറ്റിംഗ് കഴിഞ്ഞ് സെപ്റ്റംബർ 8-ാം തീയതിയോടുകൂടി സെപ്റ്റംബർ 9-ാം തീയതിയോടുകൂടി അമ്മയുടെ ആരോഗ്യനില വളരെ മോശമായി. 8-ാം തീയതി കമ്മിറ്റിക്ക് എഴുതിയ എഴുത്ത് ഇന്നും ഞങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട്. ജീവിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടൊരു എഴുത്ത്. 11-ാം തീയതി അമ്മ മരിക്കുന്നു. അപ്പോൾ ഇത്രയും ഫാസ്റ്റായിരുന്നു കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് ആ ഒരു സർജറി നടത്തിയാൽ അമ്മ രക്ഷപ്പെടുമായിരുന്നോ ഇല്ലയോ അതെനിക്കറിയില്ല. അത് നമ്മുടെ കയ്യിലിരിക്കുന്നൊരു കാര്യമില്ല. പക്ഷേ സർജറി നടത്താൻ നോക്കാമായിരുന്നു. അതിന് ഞങ്ങളെല്ലാവരും പ്രിപ്പയർഡായിരുന്നു. അതിന് എല്ലാ രീതിയിലും സപ്പോർട്ട് തന്നുകൊണ്ട് ഒരുപാട് പേർ, ഡോണർ അടക്കമുള്ള ഒരുപാട് പേർ, ഒരുപാട് പേരുടെ പ്രാർത്ഥന, ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ അതിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇതൊക്കെ നടക്കാതെ പോയത് ആ ഒരു മീറ്റിങ്ങിൽ ഒരു റിജക്ഷൻ വന്നുകൊണ്ടാണ്. പക്ഷേ എന്തു കാരണം കൊണ്ടായാലും അവസാനം സംഭവിച്ചത് നല്ലൊരു കാര്യമായിരുന്നില്ല. ആ എഫേർട്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ല. അപ്പോൾ അതാണ് ഏറ്റവും വിഷമമുണ്ടായൊരു കാര്യം. അമ്മയുടെ മരണത്തെക്കാൾ കൂടുതൽ അമ്മയുടെ മരണത്തിലേക്ക് നയിച്ച ചില കാരണങ്ങളാണ് കണ്ണു നനയിച്ചത്. പ്രേക്ഷകരോട് പ്രത്യേകിച്ച് നടൻ എന്ന നിലയ്ക്ക് സാധാരണഗതിക്ക് പറയുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളൂ. നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ കാണുക, നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക, നല്ലതാണോ എന്നറിയാൻ തിയേറ്ററിൽ തന്നെ പോയി കാണുക, നല്ലതല്ലെങ്കിൽ കൃത്യമായി പ്രതികരിക്കുക, നല്ലതാണെങ്കിലും പ്രതികരിക്കണം, നല്ലത് പറയണം.